നമസ്കാരം. ഇന്ന് മീഡിയ മലയാളത്തിലേക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് എൻ.ഡി.എയുടെ ഘടകകക്ഷി ദേശീയ പാർട്ടിയുമായ എൻ.പി.പിയുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ഗോവിന്ദാണ്. അദ്ദേഹം ആലപ്പുഴ മുതുകുളം സ്വദേശിയാണ്. നമസ്കാരം ബിജു നമസ്കാരം. ഗോവിന്ദ്, അങ്ങേക്ക് സ്വാഗതം. അങ്ങ് എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരമുള്ള 5 ദേശീയ പാർട്ടികൾ, ബി.ജെ.പി, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള 5 ദേശീയ പാർട്ടികളിൽ ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്, സംസ്ഥാന പ്രതിനിധിയാണ് അങ്ങ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതെ. എൻ.ഡി.എയുടെ ഘടകകക്ഷിയായിട്ട് എനിക്ക് തോന്നുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ എൻ.പി.പിയുടെ പ്രവർത്തനം ഉള്ളത്. അവിടുന്ന് എം.പിമാരും എം.എൽ.എമാരും ഒക്കെ ഉണ്ട് എൻ.പി.പിക്ക്. ഇവിടെ നമ്മളിപ്പോൾ കേരളത്തിലെ സ്ഥിതി എടുത്താൽ, കേരളത്തിൽ ഞാനൊരു സംശയം ചോദിക്കുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെയും കോടതിയിൽ നടക്കുന്ന ചില കേസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ എൻ.ഡി.എക്ക് 4 എം.എൽ.എമാരും 2 മന്ത്രിമാരും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് അതിനോട് യോജിക്കും? തീർച്ചയായും. കാരണം ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരത്തോടെ NCPയുടെ ചിഹ്നം കിട്ടിയത് അജിത് പവാറിനാണ്. അജിത് പവാർ NDAയുടെ ഭാഗമായി നിൽക്കുകയാണ്. സ്വാഭാവികമായും ആ ചിഹ്നത്തിൽ മത്സരിച്ച ശശീന്ദ്രനും KK തോമസും നിയമപരമായി പോയാൽ അത് NDAയുടെ ഭാഗമാണ്. ഇവിടെ കേരളത്തിലെ സ്പീക്കർ ഇടതുപക്ഷത്തിൻ്റെ ആയതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇടതുപക്ഷമായി ഇരിക്കുന്നത്. കൂടാതെ ദേവഗൗഡയുടെ പാർട്ടി NDAയുടെ ഭാഗം തന്നെയാണ്. ഇവിടെ മാത്യു ടി തോമസ് ആണെങ്കിലും കൃഷ്ണൻകുട്ടി ആണെങ്കിലും NDAയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ തീർച്ചയായും അവർ NDAയുടെ ഭാഗമാണ്. പക്ഷേ ഇടതുപക്ഷത്തിന് കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. വാസ്തവത്തിൽ അവർ NDAക്കൊപ്പം പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കേണ്ട അർഹതയുള്ളവരാണ്. എന്തായാലും ഈ കേരളത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവിടുന്ന് NDAയുടെ ഘടകകക്ഷികളോ അല്ലെങ്കിൽ NDAയിൽ പെടുന്ന BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ മത്സരിച്ച് ജയിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും ഈ നിയമവഴിക്ക് നീങ്ങിയാൽ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ 4 MLA-മാർ ഉണ്ടാകും NDAക്ക്. തീർച്ചയായിട്ടും. കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നൊന്ന് വിലയിരുത്താം. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ 2026 ഇലക്ഷനിൽ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് പറയേണ്ട ഒരു കാര്യം, കേരളത്തിലെ ജനങ്ങൾ വളരെ വിദ്യാസമ്പന്നരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലും രാഷ്ട്രീയപരമായി വളരെ എന്താ പറയുക, ചിന്തനീയ ശേഷി കുറഞ്ഞ ആൾക്കാരാണ്. കാരണം ഇന്ത്യ മുന്നണി സഖ്യത്തിലാണ് ഇടതുപക്ഷത്തിലെ LDFും UDFും എല്ലാം ഇന്ത്യ മുന്നണി സഖ്യമായിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ കേരളത്തിന് പുറത്ത് അങ്ങനെയാണ്. കേരളത്തിൽ മാത്രം വ്യത്യസ്തമാവുകയാണെന്ന് പറഞ്ഞാൽ, ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യ മുന്നണി സഖ്യത്തിൽ മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് അവരുടെ ദേശീയ പദവി നിലനിർത്താൻ പറ്റിയത്. കൂടാതെ ഇവർ ജയിച്ചു എന്നാൽ, ഇപ്പം രാജ്യസഭയിലാണെങ്കിലും ലോകസഭയിലാണെങ്കിലും അവർ ജയിച്ചു എന്നാൽ ആർക്കാണ് കൈവെക്കുന്നത്? ഇന്ത്യ മുന്നണി സഖ്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈവെക്കുന്നു. അപ്പം ഇവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒറ്റക്കെട്ടായി കേരളത്തിൽ മത്സരിക്കുകയും NDA പ്രധാന ശത്രുവായോ മത്സരിക്കുകയും രാഷ്ട്രീയ എതിരാളിയായി തന്നെ നീങ്ങണമെന്നാണ് പറയുന്നത്. കാര്യം അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഈ വ്യത്യസ്തമായി നിന്നും മത്സരിച്ചിട്ട് കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ഇന്ത്യ മുന്നണി സഖ്യത്തിന് കൈവെക്കുകയും തിരിച്ചിവിടെ കേരളത്തിൽ വേറെ രാഷ്ട്രീയം ചെയ്യുന്നത് ശരിക്കൊരു രാഷ്ട്രീയ വഞ്ചനയാണ്. വെങ്കയ്യ നായിഡു ആണ് പറഞ്ഞത്, രാഷ്ട്രീയ വഞ്ചന അവിടെ ദോസ്തി എന്ന് പറഞ്ഞു. അപ്പം അതാണ്. അപ്പം അതുകൊണ്ട് കേരളത്തിലെ ജനത ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രാവശ്യം വിധി എഴുതുമ്പോൾ അത് NDAക്ക് അനുകൂലമായി തന്നെ വിധി എഴുതും എന്നുള്ളതാണ് കാര്യം. ഇവർ വലുതാണെങ്കിലും ഇടതാണെങ്കിലും ഒറ്റക്കെട്ടാണ്. വാളയാർ കടന്നാൽ ഇവർ ഒറ്റക്കെട്ടാണ്. വാളയാർ കഴിഞ്ഞാൽ ഒറ്റക്കെട്ടാണ്. പിന്നെ ഇവർക്കുള്ള നേട്ടം, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ദേശീയ പദവി നിലനിർത്തി കൊടുക്കുവാൻ കോൺഗ്രസ്സുകാർ സഹായിച്ചു എന്ന് വേണം പറയുക. ഇവർ സഹായിച്ചില്ല, ഇന്ത്യ മുന്നണി സഖ്യത്തില്ലായിരുന്നെങ്കിൽ ദേശീയ പദവി സഹായിച്ചില്ലെങ്കിൽ ഒരിക്കലും കിട്ടത്തില്ലായിരുന്നു, ചെയ്യപ്പെടുവായിരുന്നു. അപ്പോൾ അവർ നോട്ടയും അവരുമായിട്ട് വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇന്ന് രാജ്യത്തെ NDAയുടെ എതിരാളി എന്ന് പറയുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒറ്റക്കെട്ടാണ്. അപ്പം ഈ ഇന്ത്യ മുന്നണി സഖ്യത്തിലാണ് ഇനി അവർ നിൽക്കുന്നതെങ്കിൽ കേരളത്തിലും അതേ സഖ്യം നിലനിർന്നുകൊണ്ട് ഇലക്ഷനെ നേരിടണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ കേരളത്തിൽ സംഭവിക്കും എന്ന് നമ്മൾ രാഷ്ട്രീയ പ്രബുദ്ധത
അല്ലെങ്കിൽ രാഷ്ട്രീയ സാക്ഷരതയുള്ള ആളും അങ്ങനെ കരുതുന്നില്ല. കാരണം കേരളത്തിനുള്ളിൽ അവർ പരസ്പരം പോര് വിളിക്കുന്ന, തമ്മിലടിക്കുന്ന രാഷ്ട്രീയ എതിരാളികൾ തന്നെയാണ്. മുമ്പ് മല്ലികാർജ്ജുന ഖാർഗെയുടെ അടുത്ത് ഇതേ ചോദ്യം പത്രപ്രവർത്തകർ ചോദിച്ചാണ്. കേരളത്തിൽ ആരാണ് നിങ്ങളുടെ പ്രധാന ശത്രു? അത് CPM ആണോ BJP ആണോ? അദ്ദേഹം മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി. അതുപോലെ തന്നെയാണ് ഇവരും CPM-ഉം ചെയ്യുന്നത്. CPM-നെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണി സഖ്യത്തിൽ ചേർന്നതുകൊണ്ട് അവർക്ക് നേട്ടമാണ് കിട്ടിയത്. ഇല്ല എങ്കിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി അലങ്കരിക്കപ്പെട്ട AKG ഇന്ന സമയത്ത് 13ഓളം സ്റ്റേറ്റുകളിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് കേരളത്തിൽ മാത്രമായി ഒതുങ്ങുന്ന അവസ്ഥയായി. അപ്പം ഇന്ത്യ മുന്നണി സഖ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവരുടെ ദേശീയ പദവി നഷ്ടമാകാതിരുന്നത്. അതുപോലെ തന്നെ അതുപോലെ തന്നെ CPI ആണെങ്കിലും അവരുടെ ദേശീയ പദവി പോയല്ലോ. അതെ. അപ്പം ഈ മുസ്ലിം ലീഗ് ആണെങ്കിലും ഇവരെല്ലാം ഇന്ത്യ മുന്നണി സഖ്യത്തിൽ നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ സഹായിക്കുകയാണ് ചെയ്തത്. അതൊരു കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സിൽ പഴയകാല കോൺഗ്രസ്സുകാർ ആയ ആൾക്കാർ പറയുന്നത് ഞങ്ങളെ എന്തുമാത്രം ഒരുപാട് ഉപദ്രവിച്ച എന്ന് വെച്ചാൽ ഒരുപാട് രക്തസാക്ഷികളെ തന്നതാണ് മാർക്സിസ്റ്റ്. അതെ. അപ്പം അങ്ങനെയുള്ള പാർട്ടിയുമായിട്ടാണ് കൈകോർക്കുന്നതിൽ പല കോൺഗ്രസ്സുകാർക്കും മാനസികമായി ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇനിയുള്ള തലമുറ കോൺഗ്രസിനോടെയും മാർക്സിസ്റ്റ് പാർട്ടിയോടെയും ഈ ഒരു കാരണം കൊണ്ട് തന്നെ വിയോജിപ്പുണ്ട്. അങ്ങിപ്പോൾ പറഞ്ഞ ഇന്ത്യ മുന്നണിയുടെ ആവിർഭാവവും അതിൻ്റെ സൃഷ്ടിയുമെല്ലാം സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കൂടി അനുഗ്രഹാശിസുകളോടുകൂടിയാണ് സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ യെച്ചൂരി മരിച്ചു. ഇന്നിപ്പോൾ MA ബേബിയാണ് ജനറൽ സെക്രട്ടറി CPM-ൻ്റെ. ഈ വരും കാലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണിയിൽ ഈ CPM-നും ഒരിടം ഉണ്ടാകും, അല്ലെങ്കിൽ കോൺഗ്രസ് ഒരിടം നൽകും. യെച്ചൂരിക്കുണ്ടായിരുന്ന ഒരു സ്വാധീനം MA ബേബിക്ക് ഉണ്ടോ എന്ന ചോദ്യമുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയെങ്കിൽ ഇനി അതുപോലൊരു ഇടം, അവിടെ ഒരു കസേര, ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഒരു സ്പേസ് CPM-ന് ഭാവിയിൽ ഉണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാകും. കാരണം MA ബേബി പണ്ടും കോൺഗ്രസിൻ്റെ ഒരു സഹയാത്രികനാണ്. അദ്ദേഹം പഴയ കാലങ്ങൾ തൊട്ട് KV തോമസ് പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് വളരെ അടുപ്പം പുലർത്തിയിരുന്ന ആളാണ്. ഡൽഹിയിൽ ഒരുപാട് നാൾ ഉണ്ടായിരുന്നു. അപ്പോൾ KV തോമസ് അന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും സോണിയാഗാന്ധിയുടെയൊക്കെ അടുത്ത അനുയായി നിൽക്കുമ്പോൾ MA ബേബി വഴി ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് KV തോമസ്, അതുകൊണ്ടാണ് ആ KV തോമസിന് ഇത്രയും ശമ്പളം കൊടുത്ത് അവർ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. പഴയ ബന്ധം ഉപയോഗിക്കാൻ വേണ്ടി ആണ്. പക്ഷേ ഇന്നിങ്ങനെ ഈ പറഞ്ഞ പോലെ ഉപ്പുവെച്ച കലം പോലെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ ഒരു പാൻ ഇന്ത്യൻ സ്വഭാവമുള്ള കോൺഗ്രസിന് ചുമക്കേണ്ട ആവശ്യമുണ്ടോ? അത് ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ചുമക്കുക എന്നുള്ളത് അവരുടെ ഇതാണ്. അല്ല, ദേശീയ രാഷ്ട്രീയ കാഴ്ചപ്പാടോട് നോക്കുമ്പോൾ വ്യത്യസ്ത ധ്രുവങ്ങളായിട്ട് നിന്നവർ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചത്? അല്ല, അവർക്ക് BJP വിരോധം മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ അഴിമതി രഹിതമായ മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു കാര്യവുമില്ല. അപ്പം അഴിമതി രഹിതം അങ്ങനെയൊന്നുമില്ല. ഇത് NDAയോടുള്ള വിരോധം മാത്രം കൊണ്ടാണ്. അല്ലാതെ അവിടെ ഈ പറഞ്ഞ ആദർശാധിഷ്ഠിത രാഷ്ട്രീയമൊന്നുമില്ല. എങ്ങനെയും NDA അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തണം, അത്രയേ ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് തന്നെ പ്രസക്തി കുറഞ്ഞു വരികയാണ്. പ്രാദേശിക പാർട്ടികൾ, ഉദാഹരണത്തിന് SP സമാജ്വാദി പാർട്ടി, അതുപോലെ തൃണമൂൽ കോൺഗ്രസ്, DMK, ഇവർക്കൊക്കെയാണ് ഇപ്പോൾ കുറച്ചുകൂടെ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പച്ചയിലാണ് പലയിടത്തും പിടിച്ചു നിൽക്കുന്നത് കോൺഗ്രസ്. മറ്റ് കോൺഗ്രസ് ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ അത്യാവശ്യം വോട്ട് ബേസ് ഉണ്ടെങ്കിലും, വോട്ട് ശതമാനം, അവർക്ക് നിശ്ചിത ശതമാനം വോട്ട് ലഭിക്കുന്നുണ്ടെങ്കിലും അവർ വിജയിക്കുന്നില്ല, ജനപ്രതിനിധികളെ കിട്ടുന്നില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ തന്നെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കും കൂടി അവിടെ ഒരിടം കിട്ടുന്നത്? കാര്യം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം കൂടെ സംയോജനത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വലിയ കക്ഷികളൊന്നുമില്ല. അപ്പം ദേശീയ പാർട്ടിയിൽ ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തിനോട് നിൽക്കുന്നൊരു ദേശീയ പാർട്ടിയിൽ ഒരാൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് CPM-നെ ചുമക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യവുമില്ല. കാര്യം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു പാർട്ടിയാണല്ലോ CPM.
അത് ഏകദേശം കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇല്ലാതാകുന്ന ഒരു പാർട്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അപ്പോൾ ഒരു ദുർബലമെങ്കിലും കൂടെ കൂട്ടാം ഈ യാത്രയിൽ. അത്രേ ബി ഉള്ളൂ. ജെ പിയെ എതിർക്കാൻ അല്ലെങ്കിൽ എൻ ഡി എയെ രാഷ്ട്രീയമായിട്ട് എതിർക്കാൻ ദുർബലരെങ്കിലും ഒരു സംസ്ഥാനത്തെങ്കിലും ഉള്ള അവശേഷിക്കുന്ന ഒരു പാർട്ടിയാണെങ്കിലും ദേശീയ പാർട്ടിയാണല്ലോ എന്നുള്ള ഇത് ഒരു വെച്ചിട്ട് ഒരു ഒരു കൺസിഡറേഷനാണ് കോൺഗ്രസ് കൊടുക്കുന്നത്.